$300 ബുക്ക് ചെയ്ത AUD JPയുടെ ട്രേഡ് സെറ്റപ്പ് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ലിക്വിഡിറ്റി അല്ല മാർക്കറ്റ് ഈ ഒരു ക്യാനിൽ വെച്ച് സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 30 മിനിറ്റിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് 1 അവറിൽ ഒരു ഡിമാൻഡ് ക്യാനിൽ വന്ന് മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ദാറ്റ്സ് മീൻസ് അവിടെ സെക്കൻഡ് ഓർഡർ ഫ്ലോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഏഷ്യയുടെ ഹൈ, ഇത് വന്ന് ഏഷ്യൻ്റെ ലോ. ആ ഒരു ലോ വന്നിട്ട് നമുക്ക് മാർക്കറ്റിലെ 1 അവർ ഓർഡർ ബ്ലോക്കിൽ ഇതൊരു മിറ്റിഗേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്കൊരു ഏഷ്യൻ ഹൈ ലോ സ്വീപ്പ് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആ പ്രകാരം അവിടെ ഒരു എൻട്രി എടുത്തു. നമ്മൾ TP എന്ന് പറയുന്നത് ഫസ്റ്റ് TP എപ്പോഴും അന്നുണ്ടാക്കിയ ഏഷ്യയുടെ ഹൈ ആയിരിക്കും. ദെൻ സെക്കൻഡ് TP അതിൻ്റെ പ്രീവിയസ് ഏഷ്യയുടെ ഹൈകൾ മുകളിലുണ്ടെങ്കിൽ അവിടെ വെക്കാം. ഇത് പ്രീവിയസ് ഏഷ്യയുടെ ഹൈ ആണ്. അതിന് തൊട്ട് മുകളിലും ഹൈ ഉണ്ട്. തൊട്ട് മുകളിലായിട്ട് 3 അവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ നമുക്കൊരു കൗണ്ടർ എൻട്രി ആയിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു. ഫസ്റ്റ് TP മാർക്കറ്റ് ഡൺ ചെയ്തു. എൻ്റെ എക്സ്ട്രീം TP എന്ന് എപ്പോഴും പറയുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. മേൽഭാഗത്ത് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു എടുക്കാത്തതിൻ്റെ കാരണം മാർക്കറ്റ് ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് TP അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ന് നമുക്ക് ന്യൂസും വരാനുള്ളതാണ്. സോ സേഫായിട്ട് നമ്മൾ എൻട്രി എക്സിറ്റ് ആയി. നമ്മൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു എൻട്രി സെറ്റപ്പ് നമ്മൾ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു.